കാസർഗോഡ് ഒരുപാട് ദൂരമല്ലേ? വണ്ടിയിൽ ഇത്രയും ദൂരം യാത്ര ചെയ്ത് ടയേർഡായിരിക്കും. എവിടെയെങ്കിലും കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. നിലാവും പിന്നെ തണുത്ത കാറ്റും ഒക്കെ ഉണ്ടെങ്കിലും ഗൗതം ശിവാനിയെ ഒരിക്കലും തൊടില്ല. എന്താ ചെയ്ത്? അവന് അച്ഛന് അത്രയ്ക്ക് വിശ്വാസമാണോ? എന്താണെന്ന് വെച്ചാൽ ഗൗതം ദേവരാജനല്ല. അവൻ നെറുകേട് കാണിക്കില്ല, ആരെയും ചതിക്കുകയുമില്ല. കുഞ്ഞുനാൾ മുതലുള്ള സ്വഭാവമാണത്. എന്നോട് പ്രതികാരം ചെയ്യാൻ ഒരുപാട് അവസരങ്ങൾ കിട്ടിയിട്ടും ശിവാനി അവനൊന്നും ചെയ്തില്ല. അതുകൊണ്ടാണ് അവൻ മാന്യമായിട്ടേ പെരുമാറുമെന്ന് പറഞ്ഞത്. 4 സഹോദരിമാരെ വളർത്തി വലുതാക്കിയവനാ. ഈ പ്രായത്തിൽ ആഗ്രഹം വരാൻ വലിയ സമയമൊന്നും വേണ്ടച്ചാ. ചേച്ചേ, അവൻ അങ്ങനെയുള്ളവനല്ല ദേവ. അവൻ ധൈര്യശാലി മാത്രമല്ല, ബുദ്ധിശാലിയും കൂടിയാ. അതുകൊണ്ടാ ഈ നാട്ടുകാർക്ക് മുഴുവൻ നമ്മളെക്കാൾ സ്നേഹം അവനോടുള്ളത്. ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞ് അവൻ്റെ അമ്മയെപ്പോലെ തന്നെ അവനെയും ഞാൻ ഓടിച്ചേനെ. എത്ര ദൂരെ പോയാലും ശരി, ഒരു പെൺകുട്ടി ഒരു പയ്യന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ നേരെ ഇരുട്ടുന്നതിന് മുമ്പ് അവള് വീട്ടിലെത്തണം. വന്നില്ലെങ്കിൽ നാട്ടുകാരെന്താണ് പറയുക എന്ന് അച്ഛൻ നന്നായിട്ട് അറിയാലോ. ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്താണെന്ന് വെച്ചാൽ അവനെ കൂട്ടിക്കൊണ്ടുപോയത് ഞാനാണെന്ന് ശിവാനി ഉറപ്പിച്ചു പറഞ്ഞാൽ നമ്മുടെ വിരൽ നമ്മൾ തന്നെ മുറിക്കുന്നത് പോലെയാ. അങ്ങനെയെങ്കിൽ പോലീസിനെ ഇറക്കേണ്ടതാണോ അച്ഛൻ പറയുന്നത്? വേണ്ട, പോലീസ് അവരെ പിടിച്ചാൽ അത് വാർത്തയാകും. ഇവിടുന്ന് പോയ 2 പേരും പേപ്പറിലല്ല വരേണ്ടത്, നമ്മുടെ മുമ്പിലാ. നീ നോക്കിക്കോ, എങ്ങനെയാണോ പോയത് അതുപോലെ തിരികെ വരും. ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നതെന്ന് അച്ഛന് മനസ്സിലാവില്ല. എന്റെ ടെൻഷനല്ല ആ നമിതയുടെ കാര്യമോർത്ത. ആ കാര്യം അറിയിക്കാൻ ആരും ഉണ്ടാവരുത്. എന്തെങ്കിലും ഉടനെ ചെയ്തേ പറ്റൂ. ഡ്രസ്സെല്ലാം നനഞ്ഞോണ്ട് സാരി മാറ്റി എനിക്ക് തന്നെ ഇത്രയും തണുക്കുന്നുണ്ടെങ്കിൽ പാവം ഗൗതം ചേട്ടൻ നനഞ്ഞ തുണിയോടെ അങ്ങനെ കിടക്കുകയല്ലേ. ചേട്ടന് എന്തുമാത്രം തണുക്കുന്നുണ്ടാവും. ഇവിടെ ഒരു ഷോള് പോലും ഇല്ലല്ലോ. ആ നമിതയാണെങ്കിൽ സാരിയും ബ്ലൗസും ചുരിദാറും അല്ലാതെ ഒരു പുതപ്പ് പോലും ഇവിടെ വെച്ചിട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ?
അല്ല, എന്ത് പരിപാടിയാ നീ കാണിച്ചേ? ഞാൻ എന്ത് ചെയ്യണമെന്നാ ചേട്ടാ ആഗ്രഹിക്കുന്നേ? എന്താ? അത് പിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് കരുതി എന്ത് ചെയ്യാണെന്ന് നിങ്ങൾ എന്തിനാ ചോദിക്കുന്നേ? നീ ഉടുത്തിരിക്കുന്ന ഈ സാരി എന്തിനാണ് എന്റെ പുറത്തോട്ട് ഇട്ടത്? ഒന്ന് മൂടി കിടക്കാൻ ഇവിടെ പുതപ്പൊന്നുമില്ലല്ലോ. ചേട്ടൻ നനഞ്ഞ കോഴിയെ പോലെ ഇവിടെ വിറച്ചാ കിടന്നത്. ആശ്വാസം കിട്ടട്ടെ എന്ന് കരുതിയാ ഞാൻ സാരി എടുത്ത് പുതച്ചത്. ദേ നോക്ക്, ഇത്രയും വലിയ ത്യാഗമൊന്നും നീ എനിക്ക് വേണ്ടി ചെയ്യേണ്ടതില്ല. അതിന് ഞാൻ ഈ മൊത്തം സാരി ഊരി നിങ്ങളുടെ മേലെ ബെഡ്ഷീറ്റ് പോലെ പുതയ്ക്കല്ല ചെയ്തത്. നിങ്ങൾ ഈ ത്യാഗം എന്നൊക്കെ പറഞ്ഞ സാരിയുടെ തുമ്പ് കൊണ്ടൊന്ന് പുതപ്പിച്ചാ കുറച്ച് ആശ്വാസം കിട്ടുമല്ലോ എന്ന് കരുതി. എന്റെ അമ്മേ, നിന്റെ നിഴൽ എന്റെ ദേഹത്ത് വീണാ പോലും അത് ഡേഞ്ചർ ആണെന്ന് എനിക്ക് നല്ലോണം അറിയാം. നിങ്ങൾ നല്ല മനുഷ്യനാണെന്നാ ഞാൻ കരുതിയത്. പക്ഷെ അങ്ങനെയല്ല. രണ്ടുപേരുടെ മനസ്സിലും വേറെ ഉദ്ദേശങ്ങളൊന്നും ഇല്ലാത്തപ്പോ എന്ത് സംഭവിക്കുന്ന നിങ്ങളീ ആലോചിക്കുന്നേ? എനിക്ക് അങ്ങനെ ഒരു ചിന്തയുമില്ല. പക്ഷെ അതിനു വേണ്ടിയാണ് നീ എന്റെ അടുത്ത് കിടന്നു എന്നെങ്ങാനും പറഞ്ഞ അത് ഞാൻ വിശ്വസിക്കത്തില്ല. പോയി ദൂരെ എങ്ങാനും കിടന്നോ. നിങ്ങൾ മുഴുവൻ നനഞ്ഞിരിക്കല്ലേ ചേട്ടാ? അപ്പൊ തണുക്കുന്നില്ലേ? അതെ, എന്റെ സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പെട്ട കഷ്ടപ്പാട് വെച്ച് നോക്കുമ്പോ ഈ കഷ്ടപ്പാടൊന്നും ഒന്നുമല്ല. മനസ്സിലായോ? 4 അനിയത്തിമാരെ വളർത്തി വലുതാക്കിയ മഹാരാജാവാണെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു സ്വർണ്ണ കിരീടം ഞാൻ അണിയിച്ചു തരാം. പക്ഷേ ഇങ്ങനെ വിറച്ചോണ്ട് നിങ്ങൾ എത്ര നേരം കിടക്കും? നേരം വെളുക്കുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ കിടന്നാ പനി വരത്തേ ഉള്ളൂ. പനിയോ തുമ്മലോ ജലദോഷോ എന്തു വേണമെങ്കിലും വന്നോട്ടെ. പക്ഷെ നീ കുറച്ചൊന്ന് ദൂരോട്ടിരുന്നു. മനസ്സിലായോ? ഇരിക്കേണ്ട സ്ഥാനത്തിരുന്ന എല്ലാവർക്കും കൊള്ളാം. എന്നാ ശരി, രാത്രി മുഴുവൻ ഇങ്ങനെ വിറച്ച് കിടന്നോ. നിങ്ങൾക്ക് ഉറക്കവും വരില്ല. പിന്നെ രാവിലെ നിങ്ങൾ ഉറക്കം എഴുന്നേക്കുമ്പോ നേരെ ഒരുപാട് താമസിക്കും. രാവിലെ 5 മണിക്ക് എണീറ്റ് എനിക്ക് നല്ല പരിചയമുണ്ട്. എടി, കോഴി കൂവുന്നതിന് മുമ്പ് തന്നെ ഞാൻ എണീറ്റിരിക്കും. നീ നോക്കിയോ? ഇനി ഈ സാറിന് രാവിലെ കൂകി വിളിക്കാനായിട്ട് ഒരു കോഴി കൊണ്ടിവിടെ നിർത്തണമായിരിക്കും. നിന്നെ വിളിക്കണമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷെ നീ വരുവോ ഇല്ലയോന്ന് അറിയില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ തന്നെ വന്ന് നിന്നെ തൊട്ടത്. എന്താ വേണ്ടത്? നിന്നെ അല്ലാതെ ഞാൻ വേറെ എന്തെങ്കിലും ചോദിക്കോ? ലക്ഷ്മി, മോളെ, പാല് നല്ല ചൂടാ. ആറിയതിനു ശേഷം കുടിക്കേ. അമ്മേ, ദേ കണ്ടില്ലേ, ലക്ഷ്മി മരുമകളാവുന്നതിന് മുമ്പ് തന്നെ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത്.
ഇവളീ വീട്ടിലെ മരുമകളാകുന്നത് നാളെ ആയിരിക്കും. എന്നാൽ ഇവൾ ജനിച്ചത് മുതലേ എന്റെ മരുമകൾ തന്നെയാണല്ലോ. പാല് കുടിക്കുമോളെ? വേണ്ടമ്മായി. എന്താ വേണ്ടെന്ന് പറയുന്നേ? നിന്റെ അനിയത്തിമാരെല്ലാവരും കഴിച്ചു, നീ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. എന്താ വേണ്ടാത്ത ലക്ഷ്മി? എന്നോടൊരു വാക്ക് പറയായിരുന്നില്ല അമ്മേ? എന്താ ലക്ഷ്മി, അമ്മയുടെ പാചകം നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയൊന്നുമില്ല, അമ്മായി നന്നായി തന്നെയാ പാചകം ചെയ്യുന്നത്. നിന്നെ പോലെ തന്നെ ടേസ്റ്റി ആയിരിക്കും എന്നാണ് പറഞ്ഞു വരുന്നത്. എന്റെ മോൻ എന്റെ പാചകം എത്ര ഇഷ്ടമാണെന്നറിയോ? അമ്മേ, ലക്ഷ്മിക്ക് പാചകം പഠിപ്പിച്ചു കൊടുക്ക്. വിവാഹം കഴിഞ്ഞാൽ ഈ വീട് തന്നെ നോക്കി നടത്താൻ പോകുന്നത് ഇവളല്ലേ. എല്ലാ ജോലിയും അടുത്തു നിന്ന് ഞാൻ പറഞ്ഞു കൊടുക്കാം. ആദ്യം ഇത് കുടിക്കുമോളെ. വേണ്ടമ്മായി, ഏട്ടൻ വന്നതിന് ശേഷം ഞാൻ കഴിച്ചോളാം. നിന്റെ ചേട്ടൻ കഴിക്കുന്നത് വരെ നീയും ഒന്നും കഴിക്കില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാ പാലെങ്കിലും കുടിക്കട്ടെ എന്ന് വെച്ച് കൊണ്ടുവന്നത്. ഗൗതം എപ്പോ വരുമെന്നറിയില്ല. നേരം വെളുത്തതും വിവാഹത്തിനുള്ള കാര്യങ്ങൾ നോക്കണം. നീ ഒരുപാട് ക്ഷീണിച്ചു പോകും മോളെ. ഈ പാല് കുടിച്ചിട്ട് കിടന്നുറങ്ങ്. ഒരു നേരം ഒന്നും കഴിച്ചില്ലെന്ന് കരുതി എനിക്കൊന്നും സംഭവിക്കില്ല അമ്മായി. നീ എന്തിനാ വെറുതെ ഇങ്ങനെ വിശന്നിരിക്കുന്നത് ലക്ഷ്മി? അമ്മേ, ആ പാലിങ്ങെടുക്ക്. ഇപ്പൊ കണ്ടോ അമ്മേ, ഞാൻ കൊടുക്കുമ്പോ അവൾ ഈ പാൽ എങ്ങനെയാ കുടിക്കുന്നതെന്ന്. ഇതാ ലക്ഷ്മി. നിനക്കെന്റെ മുന്നിൽ വെച്ച് പാല് കുടിക്കാൻ നാണമാണെന്ന് തോന്നുന്നു. ശരി, വിട്ടേക്ക്, ഞാൻ തന്നെ കുടിപ്പിച്ചു തരാം. കുടിക്ക് ലക്ഷ്മി. ഞാനല്ലേ പറയുന്നത്, കുടിക്ക്. എടാ, ലക്ഷ്മിയോട് നീ കാണിക്കുന്ന സ്നേഹം കാണുമ്പോ എനിക്ക് സന്തോഷവും നാണവും രണ്ടും തോന്നടാ. അമ്മായി, അമ്മായി എങ്ങോട്ട് പോകരുത്, ഇവിടെ നിൽക്ക് പ്ലീസ് അമ്മായി, പ്ലീസ്. ദേവനെ വിവാഹം കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ ലക്ഷ്മി എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അമ്മേ, എന്റെ സ്നേഹം കണ്ട് ലക്ഷ്മി വല്ലാതെ പേടിക്കുക. കുറച്ച് കഴിഞ്ഞ് അവള് തന്നെ കുടിച്ചോളൂ. ഇതാ അമ്മേ. വല്യമ്മേ, കോഫി. വല്യമ്മേ, കോഫി. വല്യമ്മേ, എവിടെ? അയ്യോ, ഞാൻ നിൽക്കുന്നത് എന്റെ വീട്ടിലെന്നാ വിചാരിച്ചേ. ഇത് നമിതയുടെ വീടല്ലേ. വല്യമ്മ എങ്ങനെ വരാനോ? എന്താ മോളെ, നിന്റെ വല്യച്ഛൻ അറിഞ്ഞാൽ വെറുതെ വിടുവോ? ബന്ധുക്കൾക്ക് ക്ഷണക്കത്ത് കൊടുക്കാൻ വേണ്ടിയല്ലേ നീ എന്റെ കൂടെ വന്നത്? അമ്മായി എല്ലാവർക്കും കല്യാണം ലെറ്ററും കൊടുത്ത് വൈകുന്നേരം അമ്മായി തിരിച്ച് വീട്ടിലെത്തുമ്പോഴേക്കും ശിവാനി വീട്ടിലുണ്ടാവും. ഇതെന്റെ വാക്കാ. വല്യമ്മ, അയ്യോ പാവം, വല്യമ്മയുടെ കാര്യം ഞാൻ മറന്നുപോയല്ലോ. ഇന്നലെ വൈകുന്നേരം
6 മണിക്ക് വീട്ടിലെത്തുമെന്ന് ഞാൻ പറഞ്ഞതോ, പോയതേ ഇല്ല. വല്യച്ഛനാണെങ്കി എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവോ എന്തോ. ആഹാഹാ, ചേട്ടൻ എത്ര സമാധാനത്തോടെയാ കിടന്നുറങ്ങുന്നേ. ആ സമുദ്രത്തില് ആദിശേഷന്റെ മുകളിൽ കിടന്നുറങ്ങുന്ന ഭഗവാൻ വിഷ്ണു പോലും ഇത്ര സമാധാനത്തിൽ കിടന്നുറങ്ങിയിട്ടുണ്ടാവില്ല. ഈ കിടക്കുന്ന മനുഷ്യൻ രാത്രി മുഴുവൻ എന്റെ അനിയത്തിയുടെ കല്യാണം നിന്നു പോകും, നീ കാരണം എന്റെ മാനം പോകുന്നും പറഞ്ഞ് എന്നെ ഒരുപാട് കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്ന ആള് ഇപ്പൊ കണ്ടില്ലേ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നത്. ഉറങ്ങിക്കോ, ഉറങ്ങിക്കോ, നന്നായിട്ട് ഉറങ്ങിക്കോ. നിങ്ങൾ എത്രത്തോളം ലേറ്റ് ആവുന്നോ അത്രത്തോളം എനിക്ക് സന്തോഷം. അവിടെ കല്യാണം നിൽക്കുമല്ലോ. യെസ്, നന്നായിട്ട് ഉറങ്ങിക്കോ. എന്റെ ഡ്രസ്സെല്ലാം ഉണങ്ങിക്കാണും. വരൂ. അയ്യോ, ഉറങ്ങിക്കോ ചേട്ടാ, ഉറങ്ങിക്കോ. അകത്തേക്കൊരു. അതെ, അവിടെ ആരോ കഥ തുറക്കുന്ന പോലെ ശബ്ദം കേട്ടല്ലോ. സമയം എത്രയായി? 8 മണിയായതേ ഉള്ളൂ. 8 മണിയോ? അയ്യോ, ഇത്ര നേരം ഞാൻ കിടന്നുറങ്ങിയോ? ദൈവമേ. പോവാം. ശിവാനി, എനിക്ക് ശിവ, എനിക്ക് ഇങ്ങോട്ട് ചേട്ടാ, ഒരുപാട് നന്ദിയുണ്ട്. രാത്രി മുഴുവൻ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞ അയാൾ മുഖത്തിട്ടടിക്കും. നീ ഇവിടെ വന്നേ. അവിടെ നിന്നേ. എന്താ ഇത്? വീട് അവർക്ക് കൊടുത്തിട്ട് വീണ്ടും ഞങ്ങൾക്ക് വാടകയ്ക്ക് തരാൻ നോക്കുകയാണോ നിങ്ങൾ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അവര് വന്നത് മുന്നേ ഇവിടെ താമസിച്ചിരുന്ന നമിതയെ അന്വേഷിച്ചായിരുന്നു. ആ പെണ്ണ് പോയെന്ന് പറഞ്ഞപ്പോ ഇവര് പോയിക്കാണോന്നാ ഞാൻ കരുതിയത്. പക്ഷേ ഇവരിപ്പോഴാണല്ലോ പോകുന്നത്. ചേട്ടാ, അവൻ നമ്മളെ വിളിക്കുന്നുണ്ട്. നീ ഇങ്ങോട്ട് വന്നേ. അയാൾ വായിന്നൊന്നും കേക്കണ്ട. അത്രയല്ലേ ഉള്ളൂ. നീ വാ, കേറങ്ങോട്ട്. ഏയ് അനിയ, എടാ നിക്ക്. കേറിയല്ലോ അല്ലേ? ഏയ് അനിയ, നിക്ക്. നിക്കാൻ. അനിയ നിക്ക്, പോകല്ലേ. നിങ്ങളോടാ. ഇവനൊക്കെ എവിടെന്ന് വന്നവനാണോ? നിനക്കൊക്കെ ഒളിച്ചു താമസിക്കാനായിട്ട് എന്റെ വീടേ കിട്ടിയുള്ളോ? ഛേ. നിനക്കെന്താടി ഭ്രാന്ത് പിടിച്ചോ? വായോടച്ച് മിണ്ടായിരുന്നു അവിടെ. ഹലോ, ചുമ്മാ കിടന്ന് ഒച്ച വെക്കാൻ ഞാൻ പട്ടിക്കുട്ടിയൊന്നും അല്ല. ഞാൻ സന്തോഷം കൊണ്ട് വിളിച്ചു പോയതാ. ആ സന്തോഷം എന്തിനാന്നാ ഞാൻ ചോദിക്കുന്നേ. രാത്രി മുഴുവനും നമ്മൾ അവിടെ തന്നെ ആയിരുന്നു. രാവിലെ ആ ഓണർ വന്നപ്പോ അയാളെ പറ്റിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത് എനിക്ക് ഒരുപാട് ഇഷ്ടായി. ബുദ്ധിയില്ലെന്നാ വിചാരിച്ചത്, പക്ഷെ മന്ദബുദ്ധിയാണെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. എനിക്കും ബോധമില്ലാതെ നിന്റെ കൂടെ വന്ന ആ വീടിനകത്ത് പെട്ടുപോയി. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് അയാൾക്ക് അവിടെ വരാൻ തോന്നിയതും ആ വീട് തുറക്കാനും തോന്നിയതും. ഇല്ലായിരുന്നെങ്കിലേ ആ വീടിനകത്ത് ഇപ്പോഴും നമ്മൾ രണ്ടുപേരും കിടന്നേനെ. വെറുതെ നെഗറ്റീവ് പറയാതെ മിസ്റ്റർ. പോസിറ്റീവായി എങ്ങനെ റെസ്പോണ്ട് ചെയ്യാന്ന് നന്നായിട്ട് ആലോചിക്കേ. പോസിറ്റീവായിട്ട് ടൈം എങ്ങനെ സ്പെൻഡ് ചെയ്യാന്ന് ഒരേ ഒരു തവണ ഒന്ന് സങ്കല്പിച്ചു നോക്ക്. ആ ഓർമ്മകളെല്ലാം തന്നെ അടിപൊളിയായിരിക്കും. നല്ല ഓർമ്മകളല്ല, നിന്റെ മണ്ടത്തരങ്ങളാണെന്ന് പറ. നീ എവിടെ കാലെടുത്ത് വെച്ചാലും അവിടെ എല്ലാം കുഴപ്പം. ഹലോ ഹലോ ഹലോ, എന്റെ കാല് മോശപ്പെട്ടതാണെന്നാണോ പറയുന്നേ? നോക്ക് എന്ത് ഭംഗിയാണെന്ന്. എപ്പോഴെങ്കിലും നിങ്ങൾ എന്റെ കാല് കണ്ടിട്ടുണ്ടോ? നോക്ക് നോക്ക് നോക്ക്. ഞാൻ പെണ്ണുങ്ങളുടെ കാലിലോട്ട് നോക്കാറില്ല. മിസ് യൂണിവേഴ്സിന്റെ കാലുകളെ നോക്കുള്ളായിരിക്കും. അത് എനിക്ക് എങ്ങനെ അറിയാനാ? ഞാൻ പറഞ്ഞത് മനസ്സിലാവണമെങ്കിൽ ഇംഗ്ലീഷ് അറിയണം. ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിയില്ലല്ലോ. നിനക്ക് മലയാളം പോലും നേരാണോ അറിയത്തില്ല, എന്നിട്ടാ ഇംഗ്ലീഷ് പറയാൻ പോകുന്നത്.
ആദ്യം നീ സംസാരിക്കാതെ അവിടെ മിണ്ടാതിരുന്നു. ഒന്ന് പതുക്കെ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റുമോ? കാറ്റില് എന്റെ മുടിയെല്ലാം പറന്നു പോവാ. നീ നിന്റെ വീട്ടിലോട്ട് ചെന്ന് കയറുമ്പോൾ തന്നെ നിന്റെ കല്യാണ ഒരുക്കങ്ങളൊക്കെ അങ്ങ് തുടങ്ങിക്കോളും. നിന്റെ ആവശ്യത്തിനനുസരിച്ച് നീ അങ്ങ് മേക്കപ്പെട്ടോ. കല്യാണം അല്ലാതെ നിങ്ങൾക്ക് വേറെ ചിന്തയൊന്നുമില്ലേ? ദേ നോക്ക് ശിവാനി, നിനക്ക് ഇഷ്ടമില്ലാത്ത കല്യാണം കഴിക്കാൻ നിനക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. പക്ഷെ എന്റെ അനിയത്തി മനസ്സുകൊണ്ട് കല്യാണം കഴിക്കാനായിട്ട് തയ്യാറായി നിൽക്കുക. ഞാൻ അവിടെ സമയത്തിനും കാലത്തിനും എത്തിയില്ലെങ്കിലുണ്ടല്ലോ, അവളുടെ മനസ്സ് എത്രമാത്രം വിഷമിക്കുമെന്ന് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. എന്റെ സാഡിസ്റ്റ് ഏട്ടന്റെ സ്വഭാവം മനസ്സിലാക്കി കൊടുക്കാനാ നിങ്ങളെ ഇവിടെ കൂട്ടിക്കൊണ്ടു വന്നത്. എന്നാൽ ശരിയായ തെളിവുകളൊന്നും തന്നെ കിട്ടിയില്ല. കിട്ടിയിരുന്നെങ്കിൽ നിങ്ങൾ ഏട്ടനെ തലയിലെടുത്തു വെച്ച് നടക്കുകയല്ല, കഴുത്തിന് പിടിച്ച് നാട്ടുകൂട്ടത്തിൽ കൊണ്ട് നിർത്തി വിചാരണ നടത്തിയനെ.